നമസ്കാരം. ദ ഗ്രാനി സ്റ്റൈലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം മോൻ ഇന്നലെ വന്നു. ഇന്നലെ ഫ്രൈഡേ ഈവനിങ്ങിൽ അവൻ വീട്ടിലേക്ക് എത്തി. അപ്പം ഞാൻ എൻ്റെ മോനും കൂടി ഒന്ന് പുറത്തേക്ക് പോയിട്ട് മാളിലൊക്കെ പോകാം, കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ കാണാം. ഇപ്പം മഞ്ഞ് മൂടി കിടക്കുകയാണേ ചുറ്റുപാട്. നല്ല തണുപ്പാണ്. -36 വരെയൊക്കെ പോയി. നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. എങ്കിലും ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. മോൻ്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല. അപ്പോൾ CIBC കയറിയിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിതാ CIBCയിലേക്ക് ഇപ്പോൾ പോവാട്ടോ. അപ്പോൾ ഞങ്ങളിത് CIBCയിലെത്തി. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കണം ഇന്നിപ്പോൾ എംപ്ലോയീസ് കുറവുണ്ട് അവിടെ. എങ്കിലും എന്താ മകൻ അവിടെ ക്യൂവിൽ നിൽക്കേണ്ട. ക്യൂ എന്ന് പറയാനില്ല കേട്ടോ, അവൻ മാത്രമേ ഉള്ളൂ. സമ്പടി അടുത്താണ്. ഇനി അവരിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇവന് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നോക്കി നിൽക്കുകയാണ്. ഞാനിവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കണം. വെരി പ്ലീസിങ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. നമുക്ക് വളരെ സന്തോഷം തോന്നും കേട്ടോ, മനസ്സിനൊക്കെ വളരെ സന്തോഷമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ മഞ്ഞ് വളരെ അധികം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ മഞ്ഞ് മൂടി കിടക്കും. വണ്ടിയുടെ പുറത്തും വണ്ടിയിലൊക്കെ നിറയെ മഞ്ഞായിരിക്കും കേട്ടോ. അപ്പോൾ ഈ മഞ്ഞ് നമ്മൾ കളഞ്ഞിട്ട് വേണം നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറേ മഞ്ഞൊക്കെ പോയിട്ടുണ്ട്. നല്ലോണം മഞ്ഞ് വണ്ടിയിൽ നിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട്. എങ്കിലും വണ്ടിയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ് അങ്ങോട്ട് മൂടിയിട്ട് വണ്ടിയൊക്കെ അങ്ങോട്ട് കറുത്ത് ഞാൻ കാണിച്ചു തരാം. ഈ നമ്പർ പ്ലേറ്റിലൊക്കെ അത് ഇങ്ങനെ മഞ്ഞും കെട്ടിക്കിടക്കുമായിരുന്നേ. അത് ഇവിടെ വന്നപ്പോഴാണ് അത് കളഞ്ഞത്. ഇനി ഇവിടുന്ന് ഇത് കറുത്തിരിക്കുന്നില്ലേ, അതും മഞ്ഞാട്ടോ. അത് സാധാരണ വെളുത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇത് ഈ ചെളിയൊക്കെ കയറിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കറുത്തിരിക്കുന്നത്. അത് കറുത്ത മഞ്ഞ് ഇവിടെ ഇരിക്കുന്നത്. വണ്ടിയൊക്കെ നല്ലോണം കറുത്തിരിക്കുകയാണ്. ഈ മഞ്ഞിങ്ങനെ വീണിട്ട് ഈ പൊടിയൊക്കെ ഇങ്ങനെ പറന്ന് ചെല്ലുമല്ലോ, അങ്ങനെയാണ് ഇതിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കറുത്തിരിക്കുന്നത്. വണ്ടിയുടെ ചുറ്റും ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒത്തിരി ബാക്ക് ഞാൻ പോകേണ്ട വരും അതിൻ്റെ പേരിൽ. അങ്ങനെ ഞങ്ങൾ CIBCയിലേക്ക് പോയി. CIBCയിൽ അവന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. കുറച്ച് സമയം എടുത്തു അവിടെ. പക്ഷേ എങ്കിലും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ന് എംപ്ലോയീസൊക്കെ കുറവായിരുന്നു. സാറ്റർഡേ ആണല്ലോ അതിൻ്റെ പേരിൽ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ നല്ല രീതിയിൽ എൻ്റെ ബിഹേവിയറൊക്കെ വളരെ നല്ലതായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തു. എന്നിട്ട് അവൻ നല്ല വിധത്തിൽ തന്നെ അത് ചെയ്തു തന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത ദിക്കിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഇനി അടുത്ത സ്ഥലം അടുത്ത് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോകട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഇനി പറയാം ഞാൻ എന്താ കഴിക്കണമെന്നൊക്കെ. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം, പറയാം. അങ്ങനെ ഞങ്ങൾ കേരള കറി ഹൗസിൽ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. പുറത്തുനിന്ന് നോക്കിയപ്പോൾ വളരെ ചെറുതാണെന്നാണ് തോന്നിയത്. പക്ഷെ അകത്ത് കയറിയപ്പോഴല്ലേ അവിടെ നല്ല സ്ഥലമുണ്ട്. നല്ല വൈഡായിട്ട് വേണ്ട സ്ഥലമുണ്ട്. നിറയെ ആൾക്കാരും ഉണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ കയറി അവിടെ ഇരുന്നു. മെനു കൊണ്ടുവന്നു. ഞങ്ങളതൊക്കെ നോക്കി. പിന്നെ ഇനി എന്താ കഴിക്കാൻ പോണേന്നല്ലേ അത് ഞങ്ങൾ ഡിസൈഡ് ചെയ്യണം ഇനി. ഞാൻ കടയിൽ വെച്ച് വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. പക്ഷെ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറിപ്പോയി. കടയിൽ പാട്ടുണ്ടാവുമല്ലോ, നല്ല പാട്ടായിരുന്നു. ആ പാട്ടൊക്കെ ഈ വീഡിയോയിൽ കയറിപ്പോയി. അതിൻ്റെ പേരിൽ ഞാൻ അത് മാറ്റിയിട്ട് ഇവിടെ വന്നിട്ട് ആ ഭാഗത്ത് വേറൊരു വീഡിയോ കയറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ കഴിച്ചത് തലശ്ശേരി ചിക്കൻ ബിരിയാണിയും മോൻ ബീഫ് ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ കഴിക്കാൻ ഇടമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ നയാഗ്രയിലെത്തി. നയാഗ്ര മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞുമൂടി കിടക്കുകയാണ്.
ചുറ്റുവട്ടം നല്ല മഞ്ഞ കാണാൻ നല്ല ഭംഗിയാണ്. തിരക്കൊക്കെ വളരെ കുറവാണ്. അതല്ല, നമ്മൾ സമ്മറിലാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെയൊന്നും നമുക്ക് സൂചി കുത്താൻ ഇടമില്ല എന്ന് പറഞ്ഞ പോലെ നിറയെ ആളുകളായിരിക്കും. മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ നമ്മൾ മരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒറ്റ ഇല പോലും ഇല്ല. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലോ കണ്ട വെള്ളത്തിലൊക്കെ അതെ മഞ്ഞും കൂടി കളിക്കാറുണ്ട്. അപ്പോൾ വെള്ളം ഇവിടെ മഞ്ഞ ഇവിടെ ഇത് വെള്ളം തങ്ങൾ നീങ്ങി നമുക്ക് വെള്ളം കാണാൻ വെച്ച് നിറയെ താറാവുകളുണ്ട്. അതുങ്ങളെ കുറേ ഉണ്ട് ഇപ്പോൾ ഇവിടെ. ഇവരോട് തന്നെ ഉണ്ടാവും. ഈ ഉള്ള വെള്ളത്തിലൊക്കെ ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇവർ മറ്റു കിളികളൊക്കെ ദേശാടന കിളികളാണ്. അവരൊക്കെ ഇവിടുന്ന് പറന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാകും. ഈ സ്ഥലം ആകെ നമുക്ക് നോക്കിയാൽ കാണാം. ആകെ നല്ല മഞ്ഞ് മൂടി കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പാല് പോലെ അല്ലെങ്കിൽ ഒരു വിരിപ്പിട്ട പോലെ ഒരു വെള്ള പുതപ്പിട്ട പോലെ ചുറ്റും നല്ല ഭംഗിയായിട്ട് മരങ്ങളാണെങ്കിലും നിൽക്കുന്നതൊക്കെ കാണാം. ഇലകളില്ല എന്നുണ്ടെങ്കിലും മരങ്ങൾ കാണാനും വളരെ ഭംഗിയാണ്. ഇപ്പോൾ നല്ലതായിട്ട് തണുക്കുന്നുണ്ട്. നല്ല തണുപ്പാണ്. ഇവിടെയൊന്നും ഒറ്റ മനസ്സിലില്ല. ഈ സമയം നയാഗ്രയിൽ വരാൻ പറ്റിയ സമയമല്ല. വേറെ നോക്കാം. അതൊന്നുമല്ല നയാഗ്ര. ഇനി ദൂരമുണ്ട്. അല്ല കുഴപ്പം. അതല്ല, അവിടെ നിന്ന് നോക്കാം. എവിടെയാണ് നയാഗ്ര അതിട്ട് നോക്കാൻ കൊണ്ടുപോവാ. ഞാൻ ടിക്കറ്റ് എടുത്തതായിരുന്നു. എന്താണ് 911 വിളിക്കാം ഞാൻ. അത് സീൻ വാ. ടിക്കറ്റ് എടുക്കണം. പാർക്കിങ്ങിന് നമുക്ക് കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ $16 കൊടുത്ത് ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കൂടെ സ്റ്റേ ചെയ്യാം. പക്ഷേ ഈ തണുപ്പ് കാരണം മഞ്ഞിങ്ങനെ ഒത്തിരി കട്ടിയിൽ കിടക്കണം. അതേപോലും നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പോകാനും സാധിക്കുന്നില്ല. തിരിച്ചു പോകാമെന്ന് വെച്ചു. ഇത്രയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു. അന്ന് ഫയർ വർക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് ഭംഗിയായിരുന്നു. യാത്രയായിരുന്നു. വണ്ടി വരെ എത്തുമോ? ഇങ്ങനെ എനിക്ക് നയാഗ്രയുടെ ആ വശത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. കാരണം അത്ര പൊക്കത്തിലാണ് മഞ്ഞ് കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കൽ എനിക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പോൾ വേറൊരു വശത്തിൽ കൂടെ പോയിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു കണ്ടില്ലേ. 2 മണിക്കൂർ ഇവിടെ നിൽക്കാനുള്ള ഇതെല്ലാം ചെയ്ത് ടിക്കറ്റ് എടുത്തായിരുന്നു. പക്ഷേ നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ തണുപ്പും നടക്കാൻ പറ്റുന്നില്ല ഇതിലൂടെ. നോക്കാം, ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പൊക്കോണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് അധികം ആൾക്കാരില്ലെന്നേ ഉള്ളൂ. ഈ സൈഡിൽ കൂടെയൊക്കെ ഇറങ്ങിയതെന്ന്. വീണ്ടും ഞങ്ങൾ കുറച്ച് ദൂരത്തേക്ക് വന്നേക്കാണ്. നയാഗ്രയുടെ അടുത്ത് തന്നെ വീണ്ടും നമ്മൾ കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഓൾ ഡേ പാർക്കിംഗ് ആണ് ഇത്. അതിന് പൈസ കുറവാണ്. $10 ഉള്ളൂ. അത് ഓൾ ഡേ ആണ് താരം. അപ്പോൾ അവിടെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഒന്നും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കണം ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ അറിയാം. എന്നിട്ട് ഇനി അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. നടക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ, എന്നിട്ട് പറയാം. ധാരാളം ആൾക്കാരുണ്ട് ഇവിടെ. നമുക്ക് ഈ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം. അവർക്ക് ഇപ്പോൾ ഇവിടെയുള്ളവർക്ക് ഇങ്ങനെ മഞ്ഞും മഴയും വെയിലും ഒന്നും ഒരു വിഷയമില്ലാത്തവരാണ്. അപ്പോൾ മഞ്ഞത്താണെങ്കിലും അവർ വീട്ടിലിരിക്കുന്നില്ല. അപ്പോൾ ശനിയാണ്, ഒരു ഹോളിഡേ ആണ്. അവരിത് കുറേ ആൾക്കാരോട് വന്നിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ വശത്ത് നോക്കിയപ്പോൾ എനിക്ക് അധികം ഒന്നും തോന്നിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ധാരാളമുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് സ്കൈ ലോഡ്. ഇതിൻ്റെ മേലെ കയറാം. ഈ മേലയിലേക്കൊക്കെ കയറ്റും. ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾ കയറിയില്ല. പക്ഷേ ഇതിൻ്റെ താഴെയൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നായിരുന്നു. ഇനിയിപ്പോൾ താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം. നമ്മൾ കണ്ടായിരുന്നു, പക്ഷെ നല്ല ഐസ്ഡ് ആണ്. കയ്യിലൊന്നൊരു ഹോട്ടലാണ്. നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ കയറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ലായിരുന്നു. താഴെയൊക്കെ പോയി ഇരുന്നിട്ട് അങ്ങോട്ട് പോയി.
ഓൾമോസ്റ്റ് ഒരു 80% ഇപ്പോൾ ഐസായിരുന്നു. ഐസിൽ മാഗിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ നല്ലോണം തണുത്തപ്പോഴേ നാമൊക്കെ കൂടെ കുഴഞ്ഞു പോകും. അതുപോലെ നല്ല തണുപ്പാണ്. നമുക്കിവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല തണുപ്പാണ്. നമ്മളിവിടുന്ന് പെട്ടെന്ന് പോവുകയാണ്. കാരണം നല്ല തണുപ്പാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ചൂടൻ ചായയൊക്കെ കുടിച്ചിട്ട് പോവുകയാണ്. അവരിവിടെ റോപ്പ് വേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് ഇപ്പോൾ ഇല്ല. കാരണം ഈ മഞ്ഞായതിൻ്റെ പേരിൽ റോപ്പ് വേ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. നേരത്തെ വരുമ്പോൾ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു, അതും ഇപ്പോൾ ഇല്ല. അത് ലൈറ്റൊക്കെ തെളിഞ്ഞു തുടങ്ങി. പക്ഷെ അധികം സമയം അത് നിൽക്കാൻ പറ്റുന്നില്ല, തണുപ്പാണ്. അതിൻ്റെ പേരിൽ പോവാണ്. നമ്മൾ ഫ്രോസൺ നയാഗ്ര കണ്ടു കഴിഞ്ഞു. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ പതുക്കെ നടന്ന് നമ്മളിപ്പോൾ ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. അതിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ കുട്ടികൾക്ക് സ്വസ്ഥമായിട്ട് കളിക്കാം. കളിക്കേണ്ട വണ്ടികളുണ്ട്, സ്ലൈഡുണ്ട്, പന്ത് കളിക്കാം, അവർക്ക് വണ്ടി ഓടിക്കാം, പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനുണ്ട്. നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ വന്ന് റെസ്റ്റ് ചെയ്യാം, കോഫി കുടിക്കാം. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇതിൽ കൂടെ നടന്നിട്ട് ഇവിടെയുള്ള കടകളൊക്കെ കാണാം. ഒത്തിരി ടീഷർട്ടുണ്ട്, വാച്ചുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഷോപ്പിംഗ് ഐറ്റംസ് ഇഷ്ടംപോലെ ഉണ്ട്, വേണമെങ്കിൽ നമുക്കത് വാങ്ങിക്കാം. മൊത്തത്തിൽ ഹാപ്പി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു. നമ്മൾ കാർ ഇവിടെ അടുത്ത് തന്നെ ഇട്ടിരിക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞു ഓൾ ഡേ പാർക്കിങ്ങിന് $10 ഉള്ളൂ. അവർക്കൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കസേരകളൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങി ഇനിയുള്ളത് കാറൊന്ന് കഴുകണം, പെട്രോൾ അടിക്കണം. പിന്നെ ടിം ഹോട്ടോൺസിൽ നിന്ന് വാനില കോഫി കുടിക്കണം. എനിക്ക് വളരെ ഇഷ്ടമാണ് വാനില കോഫി ഒന്ന് കുടിക്കണം. വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നിട്ട് സിനിമ കാണണം. അപ്പോൾ വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസം OTTയിൽ വരുന്ന സിനിമ ഞങ്ങൾ കാണാറുണ്ട്. നല്ല സിനിമ എന്ന് തോന്നുന്ന സിനിമകൾ നമ്മൾ കാണും. അപ്പോൾ അത് വെള്ളിയാഴ്ച തുടങ്ങണം. എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണല്ലോ. ശനി, ഞായർ 2 ദിവസം ഫ്രീ ഉണ്ട്. അപ്പോൾ വെള്ളി ഈവനിങ് തുടങ്ങി ഫ്രീ ആയതിൻ്റെ പേരിൽ അന്ന് ഭയങ്കരമായിട്ട് വിശ്രമം. അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. ഭയങ്കര സന്തോഷത്തോടു കൂടി ആയിരിക്കും അന്ന് കൊച്ചുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നതും. വളരെ സന്തോഷത്തിലാണ്. വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ടാകും, മോനും വരും. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് കിടന്നു. അതാണ് പതിവ്. ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലണം, പിന്നെ ഫുഡ് കഴിക്കണം, സിനിമ കാണണം, ഉറങ്ങണം. അതേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന സംഗതികളെല്ലാം നമ്മൾ പറമ്പിൽ കാണുന്നതാണ്. മരത്തിൻ്റെ ഓരോ കഷ്ണങ്ങളാണത്, ഓരോ ശാഖകളാണത്. അപ്പോൾ ഇവിടെ അത് അലങ്കാര വസ്തുവായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് കാണാം മുറ്റത്തൊക്കെ ധാരാളം കല്ലുകൾ കാണാം. നമ്മുടെ വീട്ടിൽ ഇതാ ഓരോ കല്ലുകളാണ് ഈ കാണുന്നത്, കല്ലുകൾ. അപ്പം ഇതെല്ലാം ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ഓരോ സാധനങ്ങളും അവിടെ അത് നോക്കി മരത്തിൻ്റെ അതെല്ലാം അവിടെ വെച്ചിരിക്കണം. പിന്നെ വെറുതെ ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓരോ പീസായിട്ടുള്ള ചെറിയ ഇത് നമ്മൾ ഒട്ടിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് മരത്തെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് മരത്തെ തന്നെ ചെയ്തിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം എല്ലാം മരം കൊണ്ടുള്ളത് തന്നെയാണ് കാണുന്നത്. മരത്തേൽ നടന്നുള്ളതാണ് ഈ കാണുന്ന സാധനങ്ങളെല്ലാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ചിരട്ടയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചിരട്ട ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ തേങ്ങയും തേങ്ങയുടെ കുഴമ്പാണ് ഈ കാണുന്നത്. കുഴമ്പിൽ ചെയ്തിരിക്കുന്നത് മറ്റു ആർട്ടിന് വേണ്ടിയിട്ട് അലങ്കാര വസ്തുക്കളായിട്ട് ചെയ്തു വച്ചിരിക്കുന്നതാണ്. പേഴ്സുകളുണ്ട്, തൊപ്പിയുണ്ട്, കയ്യിലാണത് മരത്തിൻ്റെ തന്നെ കയ്യിലാണ്. അത് കല്ലുകൾ നമ്മുടെ നാട്ടിൽ നമുക്ക് മുറ്റത്ത് കിടക്കുന്ന കല്ലുകളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ വണ്ടി വെച്ചിരിക്കുന്നത്. ധാരാളം സാധനങ്ങളുണ്ട്. ഇതെല്ലാം വളരെ നന്നായിട്ട് സ്ഥലമൊക്കെ കല്ലുകൾ വെച്ചിരിക്കുന്നത്. ഇത് മരം തന്നെയാണ്. കഥകളിയുടെ ഇല്ലത് അല്ലെങ്കിൽ തേക്കാക്കൂത്തോ
ചക്കീർക്ക് കഥകളിയൊന്നും അല്ലേ അത്. നേറ്റീവ് അമേരിക്കൻസ് ആണ്. ഇതിനിപ്പോൾ $175 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മരുന്നിൽ തന്നെ തീർത്തിരിക്കുന്നതാണത്. നേറ്റീവ് അമേരിക്കൻസ് അമേരിക്കയിലുള്ള പുരാതനമായിട്ടുള്ള ആൾക്കാരാണെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇത് മോളയുടെ എനിക്കൊരു ഐഡിയ കിട്ടുക ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. അധികം ഫുഡില്ല കേട്ടോ. നമ്മളിങ്ങനെ അങ്ങനെ ഞങ്ങൾ ടിം ഹോട്ടോൺസിൽ കയറി ഡ്രൈവ് ത്രൂ വഴി ഫുഡ് ഓർഡർ ചെയ്തു, ഫുഡ് വാങ്ങി. പിന്നെ നമ്മുടെ നാട്ടിലെ ചായക്കടയില്ലേ, അതുപോലെയാണ് ഇവിടെ ടിം ഹോട്ടോൺസ്. പിന്നെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റേഷനിൽ വന്നേക്കാണ്. ഇനി വണ്ടിക്ക് പെട്രോൾ അടിക്കണം, പിന്നെ വണ്ടി ഒന്ന് കഴുകണം. അങ്ങനെ പാട്ടൊക്കെ പാടി തിരിച്ച് വീട്ടിലെത്തണം. അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പ്ലാൻ ഇനി. അല്ല, അതന്നെ നമുക്കിനി ചെയ്യാനുള്ളൂ. അപ്പോൾ അതെ ഞങ്ങളിപ്പോൾ പെട്രോൾ അടിക്കുക കേട്ടോ. ഞങ്ങൾ ഇതാ വീടെത്തി. ഞങ്ങളിപ്പോൾ കാർ വാഷിങ്ങിന് പോയില്ല കേട്ടോ. കാരണം ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരം ഉണ്ടേ കാർ വാഷിങ്ങിന്. ഇപ്പം തന്നെ സമയം 9:30 അടുത്തു. 9:30 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ കാർ വാഷിങ്ങിന് നാളെ ആവട്ടെ എന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ടിം ഹോട്ടോൺസിൽ കയറിയിരുന്നു. അവിടെ നിന്ന് പിള്ളേർക്ക് വേണ്ടിയിട്ട് ടിംബിറ്റ്സ് വാങ്ങിച്ചു. പിന്നെ ഒരു വാനില കോഫി ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ചോക്ലേറ്റിൻ്റെ കോൾഡ് ചോക്ലേറ്റ് അതിൻ്റെ ഒരു കോഫി, എന്താ പറയുന്നത് ഇതിന്, എന്തോ ചോക്ലേറ്റ് കോഫിയോ അങ്ങനെ എന്താ, വൈറ്റ് ചോക്ലേറ്റ്, അത് വാങ്ങിച്ചു. പിന്നെ ഈ സാധാരണ വാനില കോഫിയുടെ ഒരു ടേസ്റ്റ് അല്ല, ഇതിന് ഭയങ്കര കയ്പ്പാണ്. ഇത് എന്താ ഇതിന് പറ്റിയെന്ന് എനിക്കറിയില്ല. ഇനി നയാഗ്രയിലുള്ളവരൊക്കെ ആ ഭാഗത്തുള്ളവരൊക്കെ കുടിക്കുന്നത് ഇത്രയും കയ്പ്പുള്ള ഇതാണോ, വാനില കോഫി ആണോ കുടിക്കണേന്ന് എനിക്കറിയില്ല കേട്ടോ. സാധാരണ ഇവിടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാനില കോഫി കിട്ടണേ. അപ്പോൾ അതാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ നല്ല കയ്പ്പാണ്, അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റിയില്ല. പൈസ കളഞ്ഞു. സാരില്ല, പോട്ടെ, അതവിടെ വെച്ചേക്കാം. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അവിടെ നിന്ന് മേടിക്കണ്ട അല്ലേ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്താം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.